ഏവർക്കും AVS വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചാന്ദ്രദിന ക്വിസിൻ്റെ 4ാം ഭാഗം നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ വാഹനം ഏതാണ്? SLV-3 എന്നാണ് വാഹനത്തിൻ്റെ പേര്. ക്വസ്റ്റ്യൻ നമ്പർ 2. ആര്യഭട്ട വിക്ഷേപിച്ചത് എവിടെ നിന്ന്? കമ്പൂസ്റ്റർ, റഷ്യ. റഷ്യയിലെ കമ്പൂസ്റ്ററിൽ നിന്നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ഏതാണ്? കൊളംബിയയാണ് ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ഷട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. നീൽ ആംസ്ട്രോങ്, എഡിൻ ഓൾഡ്രിൻ എന്നിവർ ചന്ദ്രോപരിതലത്തിലിറങ്ങിയ ചാന്ദ്രപേടകം ഏതാണ്? ഈഗിൾ. ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പോളോ 11 വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് ഏതാണ്? സറ്റേൺ 5. ക്വസ്റ്റ്യൻ നമ്പർ 6. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? 3,84,403 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 7. അവസാനമായി മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ വാഹനം ഏതാണ്? അപ്പോളോ 17. ക്വസ്റ്റ്യൻ നമ്പർ 8. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1 ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതി രചിച്ചത് ആര്? H.G. വെൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 10. മുൻ ISRO ചെയർമാൻ G. മാധവൻ നായരുടെ ആത്മകഥ ഏതാണ്? അഗ്നിപരീക്ഷകൾ. ക്വസ്റ്റ്യൻ നമ്പർ 11. ബഹിരാകാശ ദിനം എന്നാണ്? ഏപ്രിൽ 12 ബഹിരാകാശ ദിനം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ? ഹിജ്റ കലണ്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെ ഭാരം എത്രയാണ്? 10 കിലോഗ്രാം, അതായത് മൊത്തം ഭാരത്തിൻ്റെ 1/6 ഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 14. ചന്ദ്രോപരിതലത്തിലെ ഇരുണ്ട ഭാഗം അറിയപ്പെടുന്നത്? മരിയ. ക്വസ്റ്റ്യൻ നമ്പർ 15. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ടെറൈൻ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.